നമസ്കാരം. മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇ.ടി. മുഹമ്മദ് ബഷീർ പാർലമെന്റിൽ ഘോരഘോരമായി പ്രസംഗിക്കുകയാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിക്കുന്നുമുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മുത്തലാഖ് ബില്ലിനെതിരെ അദ്ദേഹം ശക്തിയായി ആഞ്ഞടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ മറ്റൊരു MP തൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. കുറ്റം പറയാൻ പറ്റില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇങ്ങനെയാക്കിയതിൽ പ്രവർത്തകർക്ക് വലിയ ഒരു പങ്ക് തന്നെയുണ്ട്. നേതൃത്വത്തിന്റെ വീഴ്ചകളെ ന്യായീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന പ്രവർത്തകന്മാർ തിരിച്ചറിയേണ്ടത് സമുദായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയാണ് വോട്ടുകൾ നൽകി പാർലമെന്റിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു സത്യത്തെയാണ്. ആ സത്യം തിരിച്ചറിയാതെ പോയവർക്ക് കനത്ത രീതിയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഈ മംഗലം കൂടൽ കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് കല്യാണത്തിന് പോയി ബിരിയാണി ഉണ്ണുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പാർലമെന്റിൽ നടക്കുന്ന ചർച്ച അല്ലെങ്കിൽ പാർലമെന്റിൽ നടക്കുന്ന തീപാറുന്ന പോരാട്ടത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം 26-ാം തീയതി പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് ചർച്ചയാകുമെന്ന വിഷയം അറിഞ്ഞിട്ടും അത് ഒരാഴ്ച മുമ്പ് തന്നെ അറിയിച്ചിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ എത്താതെ പോയത് അദ്ദേഹത്തിന്റെ നിരുത്തരവാദിത്തത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നിരുത്തരവാദിത്തത്തിന് സമുദായത്തോട് കുഞ്ഞാലിക്കുട്ടി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും പ്രവർത്തകർ തന്നെ ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നന്മയുള്ള മുസ്ലിം സമുദായത്തിന് അകത്തുള്ള പ്രവർത്തകർ ഇപ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ തിരിഞ്ഞു. KT ജലീൽ അത് മുതലെടുത്ത് മുൻപോട്ട് വരുമ്പോഴും മറക്കരുത്, നിരുത്തരവാദിത്തം തന്നെയാണ് ഇത് എന്നുള്ളത്. സുഹൃത്തിന്റെ മകന്റെ കല്യാണമാണോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വലുത്, അല്ലെങ്കിൽ വളർത്തി വലുതാക്കിയ സമുദായത്തിന്റെ അവകാശങ്ങളാണോ എന്നുള്ളത് ചോദ്യചിഹ്നമായി ഇപ്പോഴും തുടരുകയാണ്. കണ്ടുപഠിക്കണം അസദുദ്ദീൻ ഉവൈസിയെ. തന്റെ മകളുടെ നിക്കാഹിന് തലേ ദിവസം വന്ന് വോട്ടെടുപ്പിൽ പങ്കെടുത്തതാണ് അസദുദ്ദീൻ ഉവൈസി. ആ അസദുദ്ദീൻ ഉവൈസിയെ എങ്കിലും നിങ്ങൾ മാതൃകയാക്കിയാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ചില പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ മാതൃക കണ്ടേക്കാം. ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന ഇടിമുഴക്കം മാത്രമാണ് മുസ്ലിം ലീഗിന് ഇന്ന് പാർലമെന്റിലുള്ളത്. അദ്ദേഹം ഉള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം പാർലമെന്റിൽ വെളിപ്പെടുന്നുണ്ട്. അദ്ദേഹം തക്കതായ രീതിയിൽ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുമുണ്ട്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഈ നെറികേട് സമുദായത്തിനകത്ത് നിന്ന് തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. സമസ്ത അടക്കം ഇതിനോട് ഈ ഒരു നിരുത്തരവാദിത്തത്തെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓർത്ത് മനസ്സിലാക്കി ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. മുത്തലാഖ് കൊണ്ട് മുസ്ലിം സമുദായത്തെ അടിച്ചമർത്താനുള്ള BJPയുടെ നയങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ തയ്യാറാവാത്തത് കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സ്നേഹത്തെ, സമുദായ സ്നേഹത്തെ അതിൽ നിന്നും വ്യക്തമാക്കി കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇ.ടി. മുഹമ്മദ് ബഷീർ എല്ലാ പക്വതയോടും കൂടി കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതിനോടൊപ്പം വ്യക്തമാകേണ്ട മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടിക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിന് കാരണം പറഞ്ഞത് വിമാനം വൈകി എന്നുള്ളതാണ്. എന്നാൽ ഇതിന് കാരണം പറയുന്നത് സുഹൃത്തിന്റെ വിമാനം ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിന് കാരണം പറയുന്നത് സുഹൃത്തിന്റെ മകന്റെ കല്യാണമായി പോയി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടെത്തി സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതെന്ന് തിരിച്ചറിയാനാവുന്നില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.